ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ പ്രയർ ഫോർ ഹീലിംഗ് എന്ന് പറയുന്ന ലെസനാണ്. ഇതൊരു പോയമാണ്. ഈ പോയം സെറ്റ് ചെയ്തിട്ടുള്ളത് നേച്ചറിനെ കംപ്ലീറ്റ് ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ജീവിക്കുന്ന സെൽഫിഷ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ലൈഫിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോയം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പോയത്തിലോട്ട് കടക്കാം. ആദ്യം ഈ പോയം ഞാനൊന്ന് വായിച്ചു തരാം. വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലാണ് ഈ പോയം എഴുതിയിട്ടുള്ളത്. വി ജോയിൻ വിത്ത് ദ എർത്ത് ആൻഡ് വിത്ത് ഈച്ച് അതർ ടു ബ്രിങ് ദ ന്യൂ ലൈഫ് ടു ദ ലാൻഡ്, ടു റീസ്റ്റോർ ദ വാട്ടേഴ്സ്, ടു റീഫ്രഷ് ദ എയർ. വി ജോയിൻ വിത്ത് ദ എയർ ആൻഡ് വിത്ത് ഈച്ച് അതർ ടു റിന്യൂ ദ ഫോറസ്റ്റ്, ടു ടേക്ക് കെയർ ഓഫ് പ്ലാന്റ്സ്, ടു പ്രൊട്ടക്ട് ദ ക്രിയേച്ചേഴ്സ്. We join with the earth and with each other to celebrate the seas, to rejoice the sunlight, to sing the song of the stars. We join with the earth with each other to recreate the human community, to promote justice and peace, to remember our children. We join with the earth with each other. We join together as many and diverse expressions of one loving mystery for the healing of the earth and the renewal of all life. ഇതാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. പ്രയർ ഫോർ ഹീലിംഗ് എന്ന് പറയുന്ന പോയം ഇതാണ്. സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ആണ് ഈ പോയത്തിൽ. മെയിനായിട്ട് പറഞ്ഞു പോകുന്ന തീംസ് എന്ന് പറയുന്നത് യൂണിറ്റി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവേണ്ട ഒരു യൂണിറ്റി, നേച്ചർ പ്രകൃതി, പീസ് അതാണ് നെക്സ്റ്റ് പറയുന്ന തീം. പീസ് സമാധാനം, ഹീലിംഗ് ദ എർത്ത് ആൻഡ് ഹ്യൂമൻ ലൈഫ്, മനുഷ്യന്മാരുടെ ലൈഫായാലും എർത്തിൻ്റെ ലൈഫായാലും ഹീൽ ചെയ്യുന്നതിനെ കുറിച്ചും ഈ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിനി പോയത്തിൻ്റെ ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ നോക്കാം, പിന്നീട് അതിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനും പറയാം. അപ്പോൾ ആദ്യം ഈ പോയത്തിൽ പ്രയർ ഫോർ ഹീലിംഗ് എന്ന് പറയുന്നതിനോട് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ ബീയിങ്സും നേച്ചറും തമ്മിലുള്ള ഒരു യൂണിറ്റീനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ അവർ രണ്ടുപേരും എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ജീവിക്കേണ്ട ആളുകളാണ് എന്നതിനെ പറ്റിയിട്ടാണ് പ്രയർ ഫോർ ഹീലിംഗ് എന്നുള്ള ആ ഒരു ടൈറ്റിൽ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് സേസ് ദാറ്റ് വി ആർ ഓൾ കണക്റ്റഡ് ടു എർത്ത് ആൻഡ് ടു ഈച്ച് അതർ. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും, അത് മനുഷ്യരെന്ന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അതുപോലെ ഈ ഒരു പോയം എൻകറേജ് പീപ്പിൾ ടു വർക്ക് ടുഗെദർ ടു പ്രൊട്ടക്ട് നേച്ചർ ബൈ റീസ്റ്റോറിങ് വാട്ടർ, റീഫ്രഷിംഗ് എയർ, റിന്യൂയിങ് ഫോറസ്റ്റ് ആൻഡ് കെയറിങ് ഫോർ പ്ലാന്റ്സ് ആൻഡ് എനിമൽസ്. ഈ ഒരു പോയം പല കാര്യങ്ങളും എൻകറേജ് ചെയ്യുന്നുണ്ട്. ആളുകളോട് നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടായി വർക്ക് ചെയ്യുക എന്നുള്ളതിനെ എൻകറേജ് ചെയ്യുന്നുണ്ട് ഈ ഒരു പോയം. നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നേച്ചറിലുള്ള വാട്ടർ റിസോഴ്സസ്, വാട്ടർ ബോഡീസ്, അതിനെ റീസ്റ്റോർ ചെയ്യുക. ഒരുപാട് കുളങ്ങളും പാടങ്ങളും ഒക്കെ നികത്തിയിട്ടുണ്ട്. ഈ ഒരു നേച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് വാട്ടർ റിസോഴ്സസിനെ നമ്മൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വീണ്ടെടുത്താൽ മാത്രമാണ് നമുക്ക് ഇവിടെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ഉണ്ടായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ലൈഫ് ഉണ്ടാവണമെങ്കിൽ എന്താണോ നമ്മുടെ ഭൂമിയിൽ നേച്ചറലി ഉണ്ടായി വന്നിട്ടുള്ള വാട്ടർ ബോഡീസ്, അതിനൊക്കെ റീസ്റ്റോർ ചെയ്താൽ മാത്രമാണ് നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന് ഇവിടെ ഒരു പീസ്ഫുൾ ലൈഫ് സാധ്യമാവുള്ളൂ. അതുപോലെ തന്നെ പറയുന്നതാണ് റീഫ്രഷിംഗ് എയർ. ഒരുപാട് വണ്ടിയും വാഹനങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ ഫാക്ടറീസും പുതിയ അങ്ങനെ പ്ലാസ്റ്റിക് ആവട്ടെ, ഒരുപാട് സംഭവങ്ങൾ കാരണം നമ്മുടെ എയറൊക്കെ ഫുള്ള് മലിനമായിട്ടിരിക്കുകയാണ്. ഡെയിലി നമ്മൾ ന്യൂസിലൊക്കെ വായിക്കുന്നുണ്ട് എത്രത്തോളം എയർ പൊല്യൂഷനാണ് കേരളത്തിലാവട്ടെ, ഇന്ത്യയിലാവട്ടെ, ലോകത്തിലാവട്ടെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭാവിയിൽ അത് എത്രത്തോളം ഹ്യൂമൻ ബീയിങ്സിന്, അതിന് പുറമെ എർത്ത് എന്ന് പറയുന്ന ആ ഒരു പ്ലാനറ്റിന് എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി അറിയുന്നുണ്ട്. അപ്പോൾ പീപ്പിൾ വർക്ക് ടുഗെദർ ടു പ്രൊട്ടക്ട് നേച്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ റീഫ്രഷിങ് എയർ, നമ്മൾ ശ്വസിക്കേണ്ടതായിട്ടുള്ള എയറിനെ റീഫ്രഷ് ചെയ്യാനും
നമുക്ക് ആവശ്യമായിട്ട് വരാവുന്ന വാട്ടർ ബോഡീസ്, നമ്മുടെ ആവശ്യം മാത്രം എന്ന് പറയുന്നില്ല, എർത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ലിവിങ് ബീങ്സിനും ആവശ്യമായിട്ടുള്ള വാട്ടർ ബോഡീസ് റീസ്റ്റോർ ചെയ്യാനും ഫോറസ്റ്റുകളൊക്കെ റീന്യൂ ചെയ്യാനും, അതായത് ഫോറസ്റ്റൊക്കെ വെട്ടിത്തെളിച്ചിട്ടാണ് അവിടെ പുതിയ ബിൽഡിങ്സൊക്കെ പണിതിട്ടുള്ളത്. അപ്പോൾ ഫോറസ്റ്റ് ഇല്ലെങ്കിൽ ബ്രീത്ത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാതാവുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഫോറസ്റ്റിനെ റിന്യൂ ചെയ്തെടുക്കുക, പുതിയതാക്കി കൊണ്ടുവരിക, പുതിയതായിട്ട് ഫോറസ്റ്റുകൾ നട്ടുപിടിപ്പിച്ച് അല്ലെങ്കിൽ നാച്ചുറലി ഉണ്ടായിട്ടുള്ള ഫോറസ്റ്റിനെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. കെയറിങ് ഫോർ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, ജീവജാലങ്ങളെ കെയർ ചെയ്ത് മുന്നോട്ട് പോവുക. ഇറ്റ് റിമൈൻഡ്സ് അസ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് ആർ നോട്ട് സെപ്പറേറ്റ് ഫ്രം നേച്ചർ ബട്ട് എ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം റിമൈൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് ഒരിക്കലും നേച്ചറിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നേച്ചറിൽ തന്നെ, അതായത് പ്രകൃതിയിൽ തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് മനുഷ്യർ. മനുഷ്യരും പ്രകൃതിയും ഇണങ്ങിച്ചേർന്ന് ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം യൂണിറ്റിയിൽ വേണം പോവാനായിട്ട്. ഒരിക്കലും ഹ്യൂമൻ ബീങ്സ് ഒരു എക്സ്ട്രാ ഇൻ്റർവെൻഷൻ നേച്ചറിലോട്ട്, ഒരു എക്സ്ട്രാ കൈകടത്തലിൻ്റെ ആവശ്യമില്ല. നേച്ചർ എന്താണോ അതായിട്ട് കൊണ്ടുപോവുക, അതായിട്ട് റീസ്റ്റോർ ചെയ്യുക. ഹ്യൂമൻ ബീങ്സ് എന്താണോ അവരുടേതായിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഒരു പോയം ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ പോയം ഓൾസോ ടോക്ക് അബൌട്ട് അപ്രിസിയേറ്റിംഗ് ദ ബ്യൂട്ടി ഓഫ് നാച്ചുറൽ വേൾഡ്. അപ്പോൾ ഭൂമിയിലുള്ള നാച്ചുറലി ആയിട്ടുള്ള വളരെ ബ്യൂട്ടീനെ ഈ ഒരു പോയം അപ്രിസിയേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് സീ, സൺലൈറ്റ്, സ്റ്റാർ. അപ്പോൾ ഇതൊക്കെയും വളരെ നേച്ചുറലായിട്ട് വേൾഡിനെ ബ്യൂട്ടിഫൈ ചെയ്യുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് സൺലൈറ്റ്, സീ, സ്റ്റാർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇറ്റ് എൻകറേജ് അസ് ടു സെലിബ്രേറ്റ് ആൻഡ് റെസ്പെക്ട് ദ എർത്ത്. ഒരേ സമയം തന്നെ നമുക്ക് എർത്തിനെ സെലിബ്രേറ്റ് ചെയ്യാനും അതോടൊപ്പം റെസ്പെക്റ്റ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റിയും ഈ ഒരു പോയം എൻകറേജ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ആസ്ക്സ് us to build a better human community by promoting justice, peace and love. അതുപോലെ തന്നെ പ്രകൃതിനെ മാത്രം എന്നിതിൽ പറയുന്നില്ല, സെയിം ടൈം ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ കമ്മ്യൂണിറ്റീനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു പോയം. വി മസ്റ്റ് തിങ്ക് അബൌട്ട് അവർ ചിൽഡ്രൻ ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻസ്. നമ്മളെ മാത്രം ചിന്തിക്കാതെ ഭാവിയിൽ ഇനി വരാൻ പോകുന്ന നമ്മുടെ ചിൽഡ്രൻ, അതുപോലെ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസ്, അവരെയും കൂടി ആലോചിച്ചിട്ട് വേണം ഈ ഒരു സമയത്ത് നമ്മൾ ജീവിക്കാനായിട്ട്. Overall, the poem is a prayer asking everyone to unite as one family even though we are different. എല്ലാ മനുഷ്യന്മാരും ഒരുപോലത്തെ മനുഷ്യന്മാരാന്ന് പറയുന്നില്ല. എല്ലാ ജീവജാലങ്ങളും ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവാണ് ലൈഫിനെ കുറിച്ച്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്ന ആ ഒരു സാധനം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ഒരു ഫാമിലി പോലെ യുണൈറ്റ് ആയിട്ട് നിൽക്കാം എന്നുള്ള ഒരു പ്രയറാണ് ഈ ഒരു പോയം മുന്നോട്ട് വെക്കുന്നത്. ഇറ്റ് ടീച്ചസ് ദാറ്റ് ഹീലിംഗ് ദ എർത്ത് ആൻഡ് ക്രിയേറ്റിംഗ് പീസ് എമംഗ് പീപ്പിൾ വിൽ ബ്രിങ് റിന്യൂവൽ ആൻഡ് ന്യൂ ലൈഫ് ടു ദ ഹോൾ വേൾഡ്. അപ്പോൾ എർത്തിനെ നമ്മൾ എത്രത്തോളം ഹീൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ അത്രത്തോളം തന്നെ ഈ എർത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, സമാധാനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഈ ഒരു പോയം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയാനുള്ളത്. ഇതിൽ കൂടുതൽ ഇനി പറയാനായിട്ട് ഇത്രയൊക്കെയാണ് ഈ ഒരു പോയത്തിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. ലൈൻസ് വളരെ സിമ്പിളാണ്. ഫസ്റ്റ് ലൈൻ ഇതിൽ പറയുന്നത്, ഇതിലൊരു ലൈൻ വളരെ റിപ്പീറ്റേഷനായിട്ട് വരുന്നൊരു ലൈൻ ഉണ്ട്. വി ജോയിൻ വിത്ത് എർത്ത് ആൻഡ് വിത്ത് ഈച്ച് അതർ എന്ന് പറയുന്ന ലൈൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് ലൈൻ തന്നെ അതാണ്, വി ജോയിൻ വിത്ത് എർത്ത് ആൻഡ് വിത്ത് ഈച്ച് അതർ. ഈ ഒരു ലൈൻ ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻസ് ആർ നോട്ട് സെപ്പറേറ്റ് ഫ്രം നേച്ചർ. മനുഷ്യന്മാരെന്ന് പറയുന്നത് ഒരിക്കലും പ്രകൃതിയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി അല്ല. പ്രകൃതിയിൽ അലിഞ്ഞ് അല്ലെങ്കിൽ പ്രകൃതിയോടൊപ്പം ജീവിക്കേണ്ടതായിട്ടുള്ള ഒരു ലിവിങ് ബീയിങ് ആണ് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീയിങ്സ് എർത്തുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ എർത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഹ്യൂമൻ ബീയിങ്സ് മാത്രമായിട്ടൊരു ഗ്രൂപ്പ് ആവാതെ ഹ്യൂമൻ ബീയിങ്സും നേച്ചറും ഒരുപോലെ ഒരുമിച്ച് യുണൈറ്റഡ് ആയിട്ട്
പോകണം എന്നാണ് ഈ ഒരു ലൈന് ഉദ്ദേശിക്കുന്നത്. വി ജോയിൻ വിത്ത് എർത്ത് വിത്ത് ഈച്ച് അതർ. അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് പ്രകൃതി എന്നോ മനുഷ്യനെന്നോ ഒരു വേർതിരിവോ സെപ്പറേഷനോ ഇല്ല. രണ്ടു കൂട്ടരും എർത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോവും എന്നാണ് ഈ ഒരു ലൈന് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ലൈനിലോട്ട് വരുമ്പോൾ ടു ബ്രിങ് ന്യൂ ലൈഫ് എന്ന് തുടങ്ങുന്ന ആ ഒരു ലൈനാണ് പറയുന്നത്. ടു ബ്രിങ് ന്യൂ ലൈഫ് ടു ദ ലാൻഡ്, ടു റീസ്റ്റോർ ദ വാട്ടേഴ്സ്, ടു റീഫ്രഷ് ദ എയർ എന്ന് പറയുന്ന ആ ഒരു ലൈൻ. ഈ ഒരു ലൈനിൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മുടെ പ്രകൃതി, നമ്മുടെ പരിസ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സംഭവമാണ്. റിവേഴ്സിനെ ക്ലീനാക്കി വെക്കുക, നമ്മുടെ ചുറ്റുമുള്ള എയർ നമ്മൾ ഫ്രഷായി കീപ്പ് ചെയ്യുക, നേച്ചറിനെ സ്വയം ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സ്വയം ഗ്രോ ചെയ്യാനായിട്ട് അതിനെ വിട്ടുകൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ലൈനിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കാരണം ഒരു വാട്ടർ ബോഡിയും അൺക്ലീൻ, അതായത് നമ്മൾ കാരണം ഒന്നും പൊല്യൂട്ടഡ് ആവാതെ നോക്കുക എന്നുള്ളതാണ് ഈ ഒരു ലൈനിൽ പറയുന്നത്. ദെൻ അടുത്ത സെഷനിലോട്ട് വരുമ്പോൾ ടു റിന്യൂ ദ ഫോറസ്റ്റ് എന്ന് തുടങ്ങുന്ന ആ ഒരു ലൈൻ, പ്രൊട്ടക്റ്റ് ക്രിയേച്ചേഴ്സ് എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ആ ഒരു ലൈൻ വരെയും പറഞ്ഞു വെക്കുന്ന മീനിങ് എന്ന് പറയുന്നത് ട്രീസിനെ സേവ് ചെയ്യുക, പ്രൊട്ടക്റ്റ് പ്ലാന്റ്സ്, പ്രൊട്ടക്റ്റ് എനിമൽസ്, സ്റ്റോപ്പ് ഡിസ്ട്രോയിങ് നേച്ചറിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് അവസാനിപ്പിക്കുക. ദെൻ ഫോർത്ത് സെഷനിലോട്ട് വരുമ്പോൾ സെലിബ്രേറ്റ് ദ സീസ് എന്ന് പറയുന്ന ആ ഒരു ലൈൻ പറയുന്നത് സെലിബ്രേറ്റ് the seas, rejoins the sunlight and sing for the song of stars എന്ന് പറയുന്ന ആ ഒരു ലൈന് ഉദ്ദേശിക്കുന്നത് വി ഷുഡ് പ്രൊട്ടക്റ്റ് എൻവയോൺമെൻറ്റ്. അതുപോലെ തന്നെ അപ്രീസിയേറ്റ് നേച്ചേഴ്സ് ബ്യൂട്ടി. നാച്ചുറലി ഉണ്ടായിരിക്കുന്ന ഒരു ബ്യൂട്ടി ഉണ്ട്, ആ ഒരു ബ്യൂട്ടീനെ അപ്രീസിയേറ്റ് ചെയ്യാനുള്ള ഒരു എൻകറേജ്മെൻ്റ് ആണ് ഈ ഒരു ലൈൻസിൽ തരുന്നത്. ഫീൽസ് ഹാപ്പി അബൌട്ട് സൺ, ഫീൽസ് ഹാപ്പി അബൌട്ട് സീ, ഫീൽസ് ഹാപ്പി അബൌട്ട് സ്കൈ, ഫീൽസ് ഹാപ്പി അബൌട്ട് സ്റ്റാർസ്. നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ പരിസ്ഥിതിയിൽ തന്നെയുള്ള കാര്യങ്ങളോട് നമ്മൾ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കണം. റെസ്പെക്ട് ദ നാച്ചുറൽ വേൾഡ്, നാച്ചുറലി ഉണ്ടായിട്ടുള്ള ആ ഒരു വേൾഡ് അല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. റീക്രിയേറ്റ് ദ ഹ്യൂമൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ ഒരു ലൈനിൽ ഉദ്ദേശിക്കുന്നത് ബിൽഡ് എ ബെറ്റർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ബിൽഡ് എ ബെറ്റർ സൊസൈറ്റി, ലീവ് പീസ്ഫുള്ളി, സമാധാനമായിട്ട് ജീവിക്കുക, ട്രീറ്റ് എവ്രി വൺ ഫെയർലി, എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫെയർ ആയിട്ട് തന്നെ, അതായത് ആരുടെ ഒരു ഡിസ്ക്രിമിനേഷനൊന്നും ഇല്ലാതെ എല്ലാവരോടും ഫെയർ ആയിട്ട് നല്ല നിലയിൽ ട്രീറ്റ് ചെയ്യുക. തിങ്ക് അബൌട്ട് ഫ്യൂച്ചർ ജനറേഷൻ, ഇപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന നമ്മൾ മാത്രമല്ല, ഇനിയും ഭാവിയിൽ ഇവിടെ ഒരുപാട് ജനറേഷൻസ് വരാനുണ്ട് എന്നുള്ള കാര്യം മറക്കാതെ വേണം നമ്മൾ ഇപ്പോൾ ജീവിക്കാനായിട്ട്. മെനി ആൻഡ് ഡൈവേഴ്സ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്ന ആ ഒരു ലൈനിൽ, അതായത് ലാസ്റ്റ് ലൈൻ, ആ ഒരു ലൈൻ മീൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. പീപ്പിൾ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. പല റിലീജിയനിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവാം, പല കൾച്ചറിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും, പല നാട്ടിൽ നിന്നുള്ള പല മനുഷ്യരാണ് ഈ എർത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ പലത് എന്നുള്ള ആ ഒരു ഡിഫറെൻറ്റ് എന്നുള്ള ആ ഒരു സംഭവം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും യുണൈറ്റഡ് ആയിട്ട് നിൽക്കണം. കാരണം നമ്മൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ആ ഒരു ലവിങ് സോഴ്സ് എന്ന് പറയുന്നത് സെയിം ആണ്, അല്ലെങ്കിൽ വി ഓൾ കെയിം ഫ്രം ദ സെയിം ലവിങ് സോഴ്സ്. ഈ ഒരു അർത്ഥത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും വന്നിട്ടുള്ളത് സെയിം ലവിങ് സോഴ്സിൽ നിന്ന് തന്നെയാണ്. അതായത് ഗോഡ്, നേച്ചർ, ക്രിയേഷൻ എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ തന്നെ സംഭവിച്ച കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പോയത്തിൽ പറയുന്നുള്ളൂ. പോയം എന്ന് പറയുന്നത് ഒരു പ്രയറാണ്. എല്ലാവരോടും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ, നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, പീസ്ഫുള്ളായി ജീവിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ഉണ്ടാവാൻ, എർത്തിനെ ഹീൽ ചെയ്യാൻ, ബെറ്റർ ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാൻ ഒക്കെയുള്ളൊരു പ്രയറായിട്ടാണ് ഈ ഒരു പോയം പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. വളരെ സിമ്പിളാണ്. സോ താങ്ക് യു.